ക്യാരറ്റ്, ബീട്രൂട്ട്, മുട്ട ഓംലെറ്റ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു മുട്ട ഓംലെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യമായ ഒരു അരമുറി ബീട്രൂട്ട് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് അതുപോലെ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കാന്താരി മുളക് ഒരു 4 എണ്ണം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി. അപ്പം ഇത്രയും, അതുപോലെ തന്നെ ഉപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരുമിച്ചൊരു ബൗളിലിട്ട് മാറ്റി ഓംലെറ്റിന് റെഡിയാക്കാം. ഇതെല്ലാം ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അത് നന്നായി മിക്സ് ചെയ്യുക. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. മുട്ടയും അതുപോലെ തന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരു പാന് അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ചു കൊടുത്ത് ഇത് ഒന്ന് പ്രസ് ചെയ്ത് വലുതാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴാണ് നന്നായി വെന്ത് കിട്ടുക. മലക്കറിയെല്ലാം ഇതിലിട്ടിരിക്കുന്ന ക്യാരറ്റ്, ബീട്രൂട്ട് ഇതെല്ലാം നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഒരു 2 മിനിറ്റ് നന്നായി കുക്ക് ചെയ്തതിന് ശേഷം തിരിച്ചിടുക. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. നമ്മൾ മുട്ട ഓംലെറ്റ് തിരിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും 1 മിനിറ്റ് നന്നായി കുക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഹെൽത്തിയും അതുപോലെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ക്യാരറ്റ്, ബീട്രൂട്ട്, മുട്ട ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അഭിപ്രായങ്ങൾ കമൻ്റായി ഇടുക.